എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അറിവിന് ഉത്തേജനം നൽകുന്ന പുസ്തകങ്ങൾ എന്ന പരമ്പരയിൽ ജോർജ് കോഡ് എഴുതിയ സ്റ്റാൻഡിങ് ആസ് അവയർനെസ് എന്ന പുസ്തകത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. സ്റ്റാൻഡിങ് ആസ് അവയർനെസ് എന്ന പുസ്തകം എഴുതിയത് ജോർജ് കോഡ്. വളരെ ആഴമേറിയ ഒരു ആത്മീയ സത്യത്തെ ലളിതമായി വിസ്തരിക്കുന്നതാണ് ഈ പുസ്തകം. നമ്മൾ സാധാരണമായി നമ്മളെക്കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്: ഞാൻ ഒരു ശരീരമാണ്, ഞാൻ ഈ മനസ്സാണ്, ഞാൻ ഈ ചിന്തകളാണ്. എന്നാൽ ഈ പുസ്തകം ഒരു വലിയ സത്യം പറയുന്നു: നമ്മൾ ശരീരമല്ല, നമ്മൾ മനസ്സല്ല, എല്ലാം കാണുന്ന അവബോധമാണ്, നമ്മൾ അവയർനെസ്സാണ്. ഒരു ഉദാഹരണം നോക്കാം. ചിന്തകൾ വരുന്നു, വികാരങ്ങൾ വരുന്നു, സന്തോഷം വരുന്നു, ദുഃഖം വരുന്നു. ഇവയെല്ലാം കുറച്ചു കാലം നിലനിൽക്കുകയും പിന്നീട് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. പക്ഷേ അവരെ നിരീക്ഷിക്കുന്ന ഒരു നിശബ്ദ സാക്ഷി എപ്പോഴും ഉണ്ടായിരിക്കും. അതാണ് അവബോധം, അവയർനെസ്. ആകാശത്തിലെ മേഘങ്ങൾ പോലെ അവബോധത്തിൽ ചിന്തകളും വികാരങ്ങളും പ്രത്യക്ഷപ്പെടും, അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. മേഘങ്ങൾ മാറിയാലും ആകാശത്തിന് മാറ്റമില്ല. അതുപോലെ ജീവിതത്തിലെ പല അന്വേഷണങ്ങളും അനുഭവങ്ങളും മാറിയാലും നമ്മുടെ ഉള്ളിലെ അവബോധം മാറുന്നില്ല. ആത്മീയത വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പലരും കരുതുന്നു. വർഷങ്ങളോളം ധ്യാനം, യോഗ, തപസ് എന്നിവ അതിന് ആവശ്യമാണെന്നും അവർ കരുതുന്നു. എന്നാൽ ഈ പുസ്തകം ഉന്നയിക്കുന്ന പ്രധാന കാര്യം ഇതാണ്: സത്യം വളരെ അടുത്താണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങനെയാണ്. നിങ്ങൾ അത് നേടേണ്ടതില്ല. നിങ്ങൾ അത് അറിയണം. നിങ്ങൾ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് ചെറുതായി ചിന്തിക്കൂ, അപ്പോൾ അതിനെ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഒരു വികാരമല്ല. ശരീരത്തിൽ വേദന ഉണ്ടാകാം, പക്ഷേ ആ വേദനയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ശരീരം പോലും അല്ല. ഇത് ഒരു വലിയ സത്യം വെളിപ്പെടുത്തുന്നു: എല്ലാ അനുഭവങ്ങളെയും അറിയുന്ന ശുദ്ധമായ അവബോധമാണ് നിങ്ങൾ. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ ജീവിതം പതുക്കെ മാറും. ഭയം കുറയും, അഹങ്കാരം കുറയും, മനസ്സ് ശാന്തമാകും. കാരണം ജീവിതത്തിൽ വരുന്ന എല്ലാ അനുഭവങ്ങളും അവബോധത്തിൻ്റെ മഹത്തായ മണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ പുസ്തകം വളരെ ലളിതമായ ഒരു ആത്മീയ സത്യം പറയുന്നു: നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. നിങ്ങൾ ലോകത്തിലെ വെറുമൊരു വ്യക്തിയല്ല. എല്ലാം വെളിച്ചമായി അറിയുന്ന ശുദ്ധമായ അവബോധമാണ്. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ മരണത്തിൽ നിന്നും അമൃതത്തിലേക്ക് പ്രാപിക്കും. வாழ்க வளமுடன்.